പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു 20 ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. വളരെ ലളിതം. ഭഗവത്ഗീത പറയുന്ന 13 അധ്യായത്തിൽ ഒന്ന് അമാനിത്വം. ആ ശ്ലോകം ഇതാണ്: അമാനിത്വം അതംവിത്വം അഹിംസാക്ഷാന്തി ആർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാറ്റം വിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തി അനഭിഷം ഗൃഹ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി അനന്യയോഗേന ഭക്തിരവ്യവിചാരിണി വിവിക്തദേശസംയുക്തം ഹരദർജന സംസതി എന്ന് പറയുന്ന ശ്ലോകം. അതിൽ പറയുന്ന ഫസ്റ്റ് ക്വാളിറ്റി അമാനിത്വം എന്ന് വെച്ചാല് ഞാനൊരു മേന്മയുള്ള ആളാണെന്നുള്ള നടിക്കല്. ഞാൻ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുരുഷനാണ്, ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ ഭയങ്കര കഴിവുള്ള ആളാണ്, വലിയ പൈസക്കാരനാണ്, അല്ലെങ്കിൽ വലിയ പഠിച്ച ആളാണ്, അങ്ങനെ ആൾക്കാരെ മുമ്പിൽ കാണിക്കുക, നിയമിക്കാൻ വയ്യ. അത് വേണ്ടെന്നാ പറയുന്നത്. അത് വേണ്ട. കാരണം നമ്മളില് ഇങ്ങനെ അത് കാണിക്കുമ്പോൾ മറ്റുള്ളവര് നമ്മളെ യോഗ്യതയും നമ്മളുടെ ധനസമൃദ്ധിയും അല്ലെങ്കിൽ നമ്മളുടെ പദവിയെല്ലാം മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കും. നമ്മളിങ്ങനെ ശ്രേഷ്ഠത കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കൊന്നുമില്ല. അത് വേണ്ടതാ ഭഗവാൻ പറയുന്നത്. അമാനിത്വം. അടുത്ത് അധംവിത്വം, ദമ്പ് കാണിക്കുക. ഞാൻ വലിയ ദാനധർമ്മമുള്ള ആളാണ്, മറ്റുള്ളവർ കൂടി കാണിക്കുക, ദമ്പ് കാണിക്കുക, ആർഭാടങ്ങൾ കാണിക്കുക, അങ്ങനെ പലതും ദമ്പ് കാണിക്കുക പറയില്ലേ, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത് അതന്നെ അധംവിത്വം. അത് വേണ്ടെന്നാ പറയുന്നത്. അഹിംസ. അമാനിത്വം അധംവിത്വം അഹിംസ ശാന്തി ആർജവം. അഹിംസ പറഞ്ഞാല് ഈ ജീവികളെ കൊന്നു തിന്നൽ മാത്രമല്ല, മറ്റുള്ളവർ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് തെറ്റാണ്, എന്ത് ഫൂളിഷ്നസ് നിങ്ങൾ പറയും, പൊട്ടത്തരം പറയും, മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുക. അതും ഹിംസയാണ്. ജീവികളെ കൊല്ലുകയും ദ്രോഹിക്കുകയൊന്നും ചെയ്യരുത്, വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കരുത്. കാരണം വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതകാലം മുഴുവൻ നമ്മൾ ശമിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ദോഷം. അഹിംസ അതൊരു ഗുണം. ശാന്തി പറഞ്ഞ ക്ഷമ. എന്തിനൊരു ക്ഷമ കാണിക്കുക. എന്തിനും ക്ഷമ ജീവിതത്തിൽ നമ്മള് ജീവിത വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അടുത്തത് ആർജവം. ആർജവം പറഞ്ഞാൽ വളഞ്ഞ ബുദ്ധി വേണ്ട, വക്രബുദ്ധി വേണ്ട. കണ്ടില്ലേ, വക്രബുദ്ധി അറിയാലോ, വളഞ്ഞ വഴി നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്നുണ്ട്, വക്രബുദ്ധി വേണ്ട. അടുത്തതാണ് ആചാര്യോപാസനം എന്ന് വെച്ചാൽ നമ്മൾ ഗുരുവിനെ സേവിക്കുക. നമ്മളെ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വഴി കാണിക്കുന്ന ഗുരുവിനെ നമ്മൾ സേവിക്കുക എന്നുള്ളതാണ് ഗുരു ശുശ്രൂഷണം. അതവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ശൗചം. ശൗചം പറഞ്ഞാല് നമ്മളെ ബാഹ്യ ശരീരത്തിന്റെ ശുദ്ധി, ആന്തരിക ശരീരത്തിന്റെ ശുദ്ധി. നമ്മൾ ബാഹ്യ ശരീരം ശുദ്ധി ചെയ്യാൻ വേണ്ടി നമ്മൾ പല ചെയ്യില്ല, കുളിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമല്ലോ, അതൊരു ശൗചമാണ്. ആന്തരിക ശുദ്ധിക്ക് വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനെ നമ്മൾ മനസ്സ് ക്ലിയറായി വരുള്ളൂ. ധ്യാനം ചെയ്യാൻ പറയില്ല. അടുത്താണ് സ്ഥൈര്യം. സ്ഥൈര്യം പറഞ്ഞാല് ഉറച്ച ലക്ഷ്യബോധം വേണം. ഒരൊറ്റ കാര്യം നമ്മൾ ഉറച്ചു നിൽക്കണം, പകുതി വെച്ച് നിർത്തിക്കൊണ്ട് പോവുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അടുത്താണ് ആത്മവിനിഗ്രഹം എന്ന് വെച്ചാൽ ആത്മസംയമനം പാലിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം എന്ന് വെച്ചാല് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി വേണ്ടാതെ പറയുന്നത്, അതിലൊരു വൈരാഗ്യ ബുദ്ധി പുലർത്തുക. ഇപ്പൊ നാവിന് നല്ല ഭക്ഷണം കഴിക്കണം, എണ്ണയും നെയ്യുള്ളതും മധുരമുള്ളതും പഞ്ചസാരയൊക്കെ ഉള്ളതും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്.
കഴിക്കുമ്പോൾ അമൃത് പോലെ ഉണ്ടാവും. കഴിച്ച് ഉള്ളിൽ ശരീരത്തിൽ പോയി കഴിയുമ്പോൾ അതൊരു വിഷവസ്തു പോലെ ആവും. അപ്പോൾ അതുപോലെ ഭൂലോകം മുഴുവൻ കാണാൻ പോവുക. 10,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അവിടുത്തെ വലിയ ബിൽഡിങ്ങുകളും വെള്ളം കെട്ടി നിൽക്കുന്നതും മരങ്ങളും അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അത് വളരെ നിയന്ത്രിച്ചു നിർത്തുക. അനഹങ്കാരം, അഹങ്കാരം വേണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ എല്ലാം ഭഗവാൻ തന്നാണ്, എല്ലാം ഭഗവാന്റെ സ്വത്താണ്. നമ്മൾ ഈ ഒരു 25,500 ദിവസം നമ്മൾ ഇവിടെ ജീവിച്ച് ഇവിടുന്ന് മറിഞ്ഞു പോകും, അപ്രത്യക്ഷമാകും. ഈ ഭൂമി 25,500 കോടി കോടി വർഷങ്ങളുണ്ടാവും, കോടി കോടി വർഷങ്ങളുണ്ടാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് ദഹിപ്പിച്ച 2.5 കിലോ ഭസ്മം ഉണ്ടാവും, അല്ലെങ്കിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 14 കിലോ അസ്ഥികൂടം മാത്രമേ ഉണ്ടാവും. ആരും ഓർക്കില്ല. മക്കളെപ്പോഴെങ്കിലും ഓർക്കുക, ആരും ഓർക്കില്ല. ഒന്നിലും അഹങ്കാരം വേണ്ട, ഒന്നിൻ്റെ ഓണറാവാൻ നമുക്ക് സാധിക്കില്ല. കുറച്ചു കാലം സൂക്ഷിപ്പുകാരനാവാൻ മാത്രമേ പറ്റൂ. അടുത്ത ജന്മവൃത്തി ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്ന് വെച്ചാല് ജനനം, മരണം, വാർദ്ധക്യം, രോഗം ഇവയിൽ ദുഃഖരൂപമായ ദോഷത്തെ അറിയില്ല. ഇല്ലേ, ജനനത്തിൽ ദുഃഖമുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ഇല്ലേ പഠിക്കാൻ പോകണം, വലിയ വലിയ കെട്ടു പുസ്തകങ്ങൾ എടുത്ത് പോവുക, ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യണം, അത് അന്വേഷിച്ച് നടക്കണം, ജോലി ചെയ്യണം. ഏകദേശം ജീവിതകാലത്തിനിടയിൽ 50 ടൺ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് മുഴുവൻ വിസർജനം ചെയ്ത് പോകും. കുറെ എനർജി ആയിട്ട് ശരീരത്തിൽ നിൽക്കും. പിന്നെ കുട്ടിയും മക്കളൊക്കെ ഉണ്ടായി, പിന്നെ അവരുടെ ക്ഷേമം നോക്കി നടക്കണം. അവസാനം പിന്നെ പല്ല് കൊഴിഞ്ഞ്, കണ്ണിന്റെ കാഴ്ച പോയി, ചെവിയുടെ കാഴ്ച പോയി, ടേസ്റ്റ് എല്ലാം പോയി, ശരീരത്തിന് സന്ധിബന്ധങ്ങളൊക്കെ കഴിഞ്ഞാൽ മരിച്ചു പോകും. എല്ലാവരും നമ്മളെ മറക്കും, നമ്മൾ നമ്മളെ തന്നെ മറക്കും, മറ്റുള്ളവരും നമ്മളെ മറക്കും. അപ്പൊ ഈ ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ദുഃഖം, ഇവയിൽ ദുഃഖത്തെ കാണും. ജനനം, മരണം, വയസ്സാകുന്നത്, രോഗങ്ങൾ, ഇവയിലെല്ലാം ദുഃഖരൂപമായ ദോഷത്തെ അറിയുക. അല്ല, ഇതൊക്കെ ദുഃഖത്തിന് കാരണം ഏതു? അത് അടുത്താണ് അസക്തി. അസക്തി അനവിശുംഗ പുത്രധാരഗൃഹാദിഷു. ഒന്നിലും ആസക്തി വേണ്ടായിരുന്നു, ആസക്തനാവുക പറഞ്ഞില്ല, അത് അർത്ഥം വ്യക്തം. അനവിശുംഗ പുത്രധാരഗൃഹാദിഷു, പുത്രൻ, ഭാര്യ, വീട്, കണ്ടിട്ടില്ലേ? വീട്ടിൽ ചുറ്റും ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പട്ടിയും കൊണ്ട് മറ്റേ പുറത്തേക്ക് അപ്പീടം കൊണ്ടുപോകും പട്ടിയെ. വീട്ടിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഭാര്യയുടെ പിന്നാലെ നടക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ പിന്നാലെ, അല്ലെങ്കിൽ മക്കളുടെ പിന്നാലെ. ഒന്നിലും ചക്കയും ചക്കപ്പശ പോലെ ഒട്ടിപ്പിടിച്ചിട്ടാണ്. അതിന്റെ ആവശ്യമില്ലാതെ പറയും. കാരണം വെച്ചാൽ നമ്മള് അത്രത്തോളം അവരായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വല്ല മരണ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അവര് സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരും. നമ്മളില്ലെങ്കിൽ അവർക്ക് സുഖമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മൾ ചക്കയും ചക്കപ്പശ പോലെ ഒട്ടിപ്പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും. അതാണ് അസക്തി അനഭിശൃംഗ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപത്തിഷു. എന്ന് വെച്ചാല് ജീവിതത്തിൽ ഇഷ്ടം ഉണ്ടാവും, അനിഷ്ടം ഉണ്ടാവും, അതിൽ നമ്മൾ സമചിത്തത പാലിക്കുക. അതാണ് അടുത്ത 15ാമത്തെ ക്വാളിറ്റി ഭഗവാൻ പറയുന്നത്. അടുത്ത് മയി അനന്യയോഗേന ഭക്തി രവ്യഭിചാരിണി. എന്നിൽ ഉറപ്പിച്ച ബുദ്ധിയോടുകൂടിയ അചഞ്ചലമായ ഭക്തി, എന്നിൽ ഭക്തനായിരിക്കുക. ഇല്ല, നമ്മൾ ഈശ്വര ഭക്തനായിരുന്നാൽ നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല. നമ്മളൊരു ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനുകളും, നമ്മളെ എല്ലാ ഭാരം അവിടെ ഇറക്കി വെക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു 10-20 രൂപ അഡീഷണൽ കിട്ടും. ഇതേപോലെ നമ്മൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആയുസ് ഒരു 10 ഷോർട്ടാകും. പിന്നെ 10-20 രൂപ നമ്മൾ ആയുസ് നഷ്ടപ്പെടും. നമ്മൾ പേപ്പറിൽ കണ്ടിട്ടില്ലേ, 50 വയസ്സിൽ തുഴഞ്ഞു കൂടി വെച്ചു, 40 വയസ്സിൽ കുഴഞ്ഞു കൂടി വെച്ചു. ഇതൊക്കെ തലയിൽ ഏറ്റിക്കൊണ്ട് വെക്കുന്ന ആൾക്കാരാണ്. വിവിക്ത ദേശ സേവിത്വം അരതിർജന സംസതി. വിവിക്ത ദേശ സേവിത്വം പറഞ്ഞാല്
പിന്നെ കുറച്ച് ഏകാന്തമായിട്ട് കഴിയുക, ഏകാന്തവാസം. എല്ലാം തിരക്കുകളിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ കുറച്ച് ഏകാന്തമായിട്ട് ഒരു സ്ഥലത്ത് കഴിയുക. അരദർജൻ സംസതി, ജനക്കൂട്ടത്തിൽ ആരാ ഇഷ്ടപ്പെടേണ്ടതെന്ന്? ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങൾ പറഞ്ഞാൽ എല്ലാവരും, ഈ മനുഷ്യർ എല്ലായ്പ്പോഴും കാപട്യത്തോടെ പെരുമാറുന്നു പറയുന്നു. മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിപ്പെടുന്നു പറയുന്നു ഭീഷ്മര്. മനുഷ്യർ എല്ലായ്പ്പോഴും കാപട്യത്തോടെ പെരുമാറുന്നു പറഞ്ഞ മനുവാണ്. അപ്പൊ ഇങ്ങനത്തുള്ള മനുഷ്യരുടെ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുക, പ്രസിഡന്റ്, സെക്രട്ടറി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്താബ വിളിക്കല്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അരദർജന സംസതി, ജനക്കൂട്ടത്തിൽ ചേരാൻ ഇഷ്ടമില്ലായ്മ, പോയിട്ട് നാലാൾ കൂടുന്നവരൊക്കെ പോയി അഭിപ്രായം പറയുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം ഭഗവാൻ നിശ്ചയിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കും, നമ്മൾ നിശ്ചയിച്ച പോലെയല്ല. നമ്മളെ ജീവിതം അടക്കം ആധ്യാത്മിക ജ്ഞാന നിത്യത്വം. നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ ദിവസേന അതിൽ നമ്മൾ നിഷ്ഠ വേണം. മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുക, നിത്യവും ആധ്യാത്മികമായ കാര്യങ്ങളിൽ അറിവിൽ നമ്മൾ നിഷ്ഠയോടെ അത് പഠിക്കുക. ഡെയിലി ആധ്യാത്മിക ജ്ഞാന നിത്യത്വം. തത്വജ്ഞാനാർത്ഥ ദർശനം, തത്വജ്ഞാനത്തിന്റെ പ്രയോജനം കണ്ടറിയുക. യഥജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യഥതോന്യത എന്ന് വെച്ചാൽ ഈ പറഞ്ഞതെല്ലാം, ഈ 20 ക്വാളിറ്റിയും ജ്ഞാനമാണ്, മറിച്ചുള്ളതല്ല അജ്ഞാനമാണ്. അതാണ് നമ്മൾ 20 ക്വാളിറ്റി ഭഗവാൻ പറയുന്നത്. അത് നമ്മൾ ജീവിതത്തിൽ കുറച്ച് സ്വായത്താക്കുക. അമാനിത്വം, അസംബിത്വം, അഹിംസ, ശാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാരം, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, അസക്തി, അനവിശൃംഭ പുത്രധാര ഗൃഹാദിഷു, നിത്യം ച സമചിത്തം ഇഷ്ടാനിഷ്ടോപപത്തിഷു, ഭക്തി, വിവിക്തദേശസഹിതം, അരദർജന സംസതി, ആധ്യാത്മിജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥ ദർശനം. ഈ 20 ക്വാളിറ്റി നമ്മുടെ ശരീരത്തിൽ, അല്ല നമ്മൾ ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ സ്വായത്താക്കണം. അപ്പൊ നമ്മളെ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള പുരുഷനായി മാറും. ലോകത്തിലെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയായി മാറും. നമ്മളെ നയിക്കുന്നത് സത്യം മാത്രമായിരിക്കും. നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിടിച്ചടക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് ദുസ്സംഗതിപ്പെടാതെ നല്ല രീതിയിലുള്ള ജീവിതം നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും നയിക്കാൻ സാധിക്കും. ഈ ചാനൽ പറഞ്ഞതെല്ലാം പ്രയോജനപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ്.